അതാ കടലിന്റെ മുകളിൽ ട്രെയിനും പോവും ബസ്സും പോവും. അപ്പൊ പ്രേക്ഷകരെ ഞങ്ങളെ സിക്കന്ദർ മലയിൽ നിന്ന് പാമ്പൻ പാലം പോകാൻ വേണ്ടിട്ട് നമ്മള് ബ്രിഡ്ജ് കയറിട്ടോ. ഇപ്പൊ നമ്മള് പാമ്പൻ പാലം അഥവാ തമിഴ്നാട്ടിലെ രാമനാഥപുരം ജില്ലയിലെ പാമ്പൻ പാലമാണ് നമ്മൾ കാണാൻ പോകുന്നത് പ്രേക്ഷകരെ. ഇന്ന് സ്വാതന്ത്ര്യ ദിനമായതുകൊണ്ട് അവിടെ കൊടി പറക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് തമിഴ്നാട് രാമനാഥപുരത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഏകദേശം കപ്പല് വരുമ്പോ അത് പ്രേക്ഷകരെ ഇന്ന് ആഗസ്റ്റ് 15 നമ്മള് രാമനാഥപുരം അഥവാ APJ അബ്ദുൽ കലാമിനെ കുറിച്ച് കൂടുതൽ ഞാൻ വാചാലനാവുന്നില്ല. എല്ലാവർക്കും അറിയാം, മിസൈല് കണ്ടെത്തിയ വലിയൊരു ഇന്ത്യ കണ്ട ഏറ്റവും വലിയൊരു നേതാവായിരുന്നു കേട്ടോ. ഒരു പ്രഗത്ഭനായ ഒരു മനുഷ്യനാണ് APJ അബ്ദുൽ കലാം. മൂപ്പരെ ഖബർ ഷരീഫാണ് അവിടെ ഉള്ളത്. അതുപോലെ മൂപ്പരെ ഒരുപാട് ഓർമ്മകളായവിറക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട്. മൂപ്പരെ മ്യൂസിയമാണ് കേട്ടോ. ഇപ്പോൾ രാമനാഥപുരത്ത് APJ അബ്ദുൽ കലാമിൻ്റെ മ്യൂസിയത്തിൽ പോയിട്ടാണ് ഞങ്ങൾ വരുന്നത്. അപ്പോൾ അവിടെയുള്ളൊരു ആംബിയൻസ് ആണ് ഞങ്ങളുമായി ക്യാപ്ചർ ചെയ്യുന്നത് കേട്ടോ. മാഷാ അല്ലാ, അടിപൊളി, നല്ല കാഴ്ച, വേറെ ലെവൽ കേട്ടോ, അടിപൊളി. എവിടോ ആണോ ഗൂഗിൾ പേ ഉണ്ടോ? രസല്ല ഗൂഗിൾ പേ ഉണ്ടോ? അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ ഏർവാടി എത്തുന്നതിൻ്റെ മുമ്പ് കീഴക്കര സദഖത്തുല്ലാഹിൽ ഖാഹിരി റളിയല്ലാഹു അൻഹു തങ്ങളുടെ മഖാമ് ഷരീഫിലാണ് നമ്മൾ അസ്ർ നിസ്കാരത്തിന് വേണ്ടി ളുഹർ അസ്റും ജമ്മും കസറാക്കാൻ വേണ്ടി ഇവിടെ കയറി സിയാറത്തിന് വേണ്ടിയിട്ട് എല്ലാവരും തടിച്ചു കൂടിയിരിക്കുകയാണ് കേട്ടോ. കുറച്ച് ആളുകൾ അവിടെ നിസ്കരിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് എന്താ പറയുക, കറാമത്തുകളെ കൊണ്ട് കല്ലുകൊട്ടാരം പണിത മഹാനവറുകൾ ഈ പള്ളി ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടാക്കിയതാണെന്നും ഇത് ജിന്നുകൾ നിർമ്മിച്ചതാണെന്നും പറയുന്നുണ്ട്. അല്ലാഹു ആലം. ഏതാണെങ്കിലും ഇത് അങ്ങനെയാണ് പറയപ്പെടുന്നത്. മഹാനായ സദഖത്തുല്ലാഹിൽ ഖാഹിരി തങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ദിവസവും ചൊല്ലുന്ന ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ ചൊല്ലുന്ന ഹദ്ദാദ് റാത്തീബ് ഈ മഹാനവറുകൾ രചിച്ചതാണ്. അങ്ങനെ ഒരുപാട് കറാമത്തുകളുണ്ട്. അല്ലാഹു അവരുടെ മദത് നമുക്ക് നൽകട്ടെ. അപ്പോൾ അവിടെ ആ ഒരു മഹാനവറുകളുടെ ചാരത്താണ് ഞങ്ങളൊക്കെ നിൽക്കുന്നത്. ഇനി അടുത്തത് നമ്മൾ പോകുന്നത് ഏർവാടി ദർഗയിലേക്കാണ്. അവിടുത്തെ കാഴ്ചകൾ നമ്മൾ നിങ്ങളുമായി പങ്കുവെക്കുന്നതാണ്. ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും മുതാലിമീങ്ങളെയും ഒരാളെയും കൊടുക്കരുത്. അപകട മരണങ്ങളും പെടുന്നതിനുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ, മരണങ്ങളെ തൊട്ട് കാക്കണേ, മരണത്തൊട്ട് കാക്കണേ. വന്യരായ ഉമ്മമാര് ഉപ്പമാര് പ്രത്യേകിച്ച് പലരും ഖബറിലാണ്. ഇന്നലകളിലൊക്കെ ഞങ്ങളെ നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും കുടുംബത്തിൽ നിന്നും മരിച്ചുപോയവർക്ക് മാപ്പാക്കി കൊടുക്കണം. വന്യരായ ഉമ്മ ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന ഉമ്മമാർക്ക് ആഫിയത്ത് നൽകണേ, ഓർമ്മശക്തി നൽകണേ, ദീർഘായുസ് നൽകണേ, ആരോഗ്യം നൽകണേ. ചമരിലും ജീവിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ. അപ്പോൾ ദുആക്ക് ശേഷം നമ്മൾ കീഴക്കര സദഖത്തുല്ലാഹിൽ ഖാഹിരി റളിയല്ലാഹു അൻഹു തങ്ങളുടെ ദർബാറിൽ നിന്ന് നമ്മൾ ഇറങ്ങി ബറക്കത്താക്കപ്പെട്ട ചീരനൊക്കെ കഴിച്ച് ആത്മനിർവൃതിയോടുകൂടി മാഷാ അല്ലാഹ് ദർഗയിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇനി നമ്മൾ പോകുന്നത് ഏർവാടി മഹാരഥന്മാരുടെ ഷഹീദന്മാരുടെ ചാരത്തേക്കാണ് നമ്മൾ പോകുന്നത്. സദഖത്തുല്ലാഹിൽ ഖാഹിരി റളിയല്ലാഹു അൻഹു തങ്ങളുടെ മഖാമിൽ നിന്നും നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഇൻഷാ അല്ലാഹ് നമ്മൾ ഏതായാലും പോകുന്നതാണ്. അപ്പോൾ അവിടുന്ന് നമ്മളെ കിളക്കരന്ന് നമുക്കൊരു ലൈൻ ബസ് കിട്ടിട്ടോ. നമ്മൾ നേരെ സ്റ്റാൻഡിലേക്ക് ഒരു 40 ആൾക്കാർ 40ഓളം ആൾക്കാർ നമ്മള് ബസ്സിന് വന്നിട്ടോ. മാഷാ അല്ലാഹ്. അപ്പോൾ നമ്മളെ ബസ് ഇവിടെ ഇവിടെയുണ്ട്.
അവിടുന്ന് കുറച്ചാണ് നടക്കണം. അപ്പൊ ആ നടക്കലൊന്നും ഒഴിവായി കിട്ടും. 10-40 ആൾക്കാരും കൊണ്ട് വണ്ടിയിൽ പോരുകയും ചെയ്തിട്ടോ. അപ്പൊ ഇനി നമ്മള് ബസ് ഇവിടെ എവിടെ പാർക്ക് ചെയ്തേക്കും. അതല്ലേ ഇപ്പൊ വരും. എന്തായാലും കുറച്ച് ആൾക്കാർ നടന്നു വരുന്നുണ്ട് കേട്ടോ. അതാ നമ്മളെ ബസ്. നമ്മൾ ഇനി പോണത് ഏർവാടിക്കാണ് കേട്ടോ. ഇനി ഏർവാടിയിലുള്ള കാഴ്ചകളാണ് നമ്മൾ കാണിച്ചു തരുന്നത്. കീഴക്കര സ്റ്റാൻഡാണിത്. അപ്പോൾ ഒരു രാത്രി കാഴ്ചയാണ്. ഏർവാടിയുടെ മെയിൻ കവാടമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ലൈറ്റുകളെ കൊണ്ട് നിറക്കപ്പെട്ട ഒരു അടിപൊളി കാഴ്ചയാണ് ഏർവാടിയുടെ മെയിൻ കവാടത്തിൽ നിന്ന് ഞാൻ നിങ്ങളുമായി ക്യാപ്ചർ ചെയ്യുന്നത്. നമ്മുടെ ഉസ്താദും അതുപോലെ സിയാറത്തിന് വന്നവരൊക്കെ ചെറിയൊരു സിയാറത്തിന് ശേഷം ഇനി ഇപ്പോൾ കാട്ടുപള്ളിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ആളുകളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയുന്നത്. ഇത് മുഴുവനും നമ്മുടെ സിയാറത്ത് സംഘങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഏർവാടിയുടെ മെയിൻ കവാടത്തിൻ്റെ ആ ലൈറ്റുകളെ കൊണ്ട് ഇന്ന് ആഗസ്റ്റ് 15 ആയതുകൊണ്ട് ആ ഒരു ഇന്ത്യയുടെ ആ ഒരു പിക്ചർ, ആ ഒരു കളേഴ്സ് കൊണ്ട് ലൈറ്റിൻ്റെ അകമ്പടിയോടുകൂടി നിർമ്മിച്ച ഒരു അതിമനോഹരമായ ആ ഒരു മെയിൻ കവാടത്തിൻ്റെ വശ്യം മനോഹരമായ ഒരു കാഴ്ചയാണ് ഞാൻ ഏർവാടിയിൽ നിന്ന് നിങ്ങളുമായി ക്യാപ്ചർ ചെയ്യുന്നത്. അപ്പോൾ പ്രേക്ഷകരെ, ഇനി നമ്മൾ പോകുന്നത് കാട്ടുപള്ളിയിലേക്ക് സിയാറത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത്. എന്താണെന്നുണ്ടെങ്കിലും കണ്ടമാനം ജനങ്ങൾ അഷ്ടദിക്കുകളിൽ നിന്ന് വന്ന ഒരുപാട് ആളുകൾ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതൊക്കെ തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ഇനി നമ്മൾ പോകുന്നത് കാട്ടുപള്ളിയിലേക്കാണ്. الإسلام كتب الله أعظم منحكم يمجر أبو طاهر نور الله الفاتحة بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم بسم الله الرحمن الرحيم ياسين والقرآن الحكيم إنك لمن على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم وأمهاتهم لقد حق القول على أكثرهم لا يؤمنون إنا جعلنا في أعناقهم أغلالا وهي إلى أذقانهم مقمحة وجعلنا من بين أيديهم سدا ومن خلفهم سدا ഞങ്ങളെ കബൂലാക്കണേ അല്ലാഹ്, ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ ചോദിക്കാൻ അർഹരല്ല, കൈമുതലായി ഒന്നുമില്ല, ഞങ്ങൾക്കൊന്നുമില്ല, ഞങ്ങളെ കയ്യിൽ ഒന്നുമില്ല. പാവപ്പെട്ട് ഞങ്ങൾക്ക് മാപ്പ് തരണേ അല്ലാഹ്, മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളെ മാതാപിതാക്കൾക്ക് പുറത്തു തരണേ അല്ലാഹ്, ഞങ്ങളെ ഉസ്താദുമാർക്ക് പൊറുക്കണേ അല്ലാഹ്, ഞങ്ങളെ ഭാര്യ മക്കൾക്ക് പൊറുക്കണേ അല്ലാഹ്, ഞങ്ങളെ ബദർമദീനയുടെ സർവ്വ മുഹബ്ബീങ്ങൾക്കും മാപ്പ് നൽകണേ അല്ലാഹ്. ലോകം പടച്ച അന്ന് മുതൽ ഇന്ന് ഈ സെക്കൻഡ് വരെ മരണപ്പെട്ടു പോയ സർവ്വ മുത്ത് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾക്ക് മാപ്പ് കൊടുക്കണേ അല്ലാഹ്, മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാഹ്, റഹ്മത്ത് നൽകണേ അല്ലാഹ്, ദറജ വലുതാക്കണേ അല്ലാഹ്. ആയിരം 18,000-ലും നിന്റെ ദിക്റിലും ഫിക്റിലും ശുക്റിലും കഴിഞ്ഞുകൂടുന്ന സർവ്വ ജിന്നുകള്, സർവ്വ മലക്കുകള്, സർവ്വ പടപ്പുകള് കടലിലും അല്ലാഹുവേ അവരുടെ ദറജ വലുതാക്കണേ അല്ലാഹ്. പ്രത്യേകിച്ച് ഏർവാടി ശുഹദാക്കളുടെ ദറജകളെ വലുതാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ജലാലിയ റാത്തീബുൽ ഫാത്തിഹ വിളിക്കുന്ന സർവ്വ മഹത്തുക്കളുടെയും ദറജ വലുതാക്കണേ അല്ലാഹ്. പ്രത്യേകിച്ച് കാട്ടുപള്ളിയിൽ അന്തി ഉറങ്ങുന്ന സർവ്വ മഹത്തുക്കളുടെയും ദറജ വലുതാക്കണേ അല്ലാഹ്. പ്രത്യേകിച്ച് അബ്ദുൽ
ഹക്കീം ഡോക്ടറുടെ ദറജ വലുതാക്കണേ ഇവരുടെയൊക്കെ മാതാപിതാക്കളുടെ ദറജ വലുതാക്കണേ അവരുടെയൊക്കെ ശൈഖ് മശായിഖന്മാർ ഖാദിമീങ്ങൾ ജിന്നുകൾ മലക്കുകൾ സ്വാലിഹീങ്ങളുടെ മുഴുവനും ദറജ വലുതാക്കണേ പാവങ്ങളായ ഞങ്ങൾ പരിശുദ്ധമായ റബീഉൽ അവ്വലിന്റെ പവിത്രമായ ദിനരാത്രങ്ങളിൽ നിന്റെ മഹത്വപ്പെട്ട ഹദറത്തിലൂടെയുള്ള ഈ പടയോട്ടം സ്വീകരിക്കണേ അല്ലാഹ്, ഏറ്റെടുക്കണേ അല്ലാഹ്, രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളിവിടെ പറഞ്ഞതിനും ആഗ്രഹിച്ചതിനും വിചാരിച്ചതിനപ്പുറം എല്ലാം വാരിക്കോരി തന്ന മഹാനായ റബ്ബേ അല്ലാഹുവേ, നിന്റെ മഹദായ ഫദ്ല് കൊണ്ട് ഞങ്ങൾക്കെല്ലാവർക്കും ഓശാരമായി തരണേ റബ്ബേ. ഞങ്ങൾ ചോദിക്കാൻ അർഹരല്ലെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ എണ്ണം കുറവാണ്, ഞങ്ങൾ വണ്ണത്തിൽ കുറവാണ്. വണ്ണപ്പെട്ടവരെ മുൻനിർത്തി തപസ്സിലാക്കി നിന്നിലേക്ക് നീട്ടുമ്പോൾ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് വേണ്ടതൊക്കെ തന്ന് സഹായിക്കണേ റബ്ബേ. വേണ്ടാത്തതൊക്കെ ഞങ്ങളെ തടിയിൽ നിന്നും ഞങ്ങളെ ഭാര്യ മക്കളിൽ നിന്നും ഞങ്ങളെ ശരീരത്തിൽ നിന്നും ഞങ്ങളെ വീട്ടിൽ നിന്നും ഞങ്ങളെ കുടുംബത്തിൽ നിന്നും ഞങ്ങളെ പറമ്പിൽ നിന്നും ഞങ്ങളെ മജ്ലിസിൽ നിന്നും ഞങ്ങളെ സ്ഥാപനത്തിൽ നിന്നും ഞങ്ങളെ മുതഅല്ലിമീങ്ങളിൽ നിന്നും ഞങ്ങളെ ഉസ്താദുമാരിൽ നിന്നും ഞങ്ങളെ മുഹിബ്ബീങ്ങളിൽ നിന്നും ഞങ്ങളെ സ്നേഹിച്ചവരിൽ നിന്നും ഞങ്ങളെ സഹായിച്ചവരിൽ നിന്നും വിദേശത്തും സ്വദേശത്തുമായി കഷ്ടപ്പെടുന്ന ഞങ്ങളെ മുഹിബ്ബീങ്ങളിൽ നിന്നും പൂർണ്ണമായും വലിച്ചോരി പൊട്ടിച്ച് ശിഫയാക്കി സലാമത്ത് തരണേ അല്ലാഹ്. ശിഫയാക്കി സലാമത്ത് തരണേ അല്ലാഹ്. ശിഫയാക്കി സലാമത്ത് തരണേ അല്ലാഹ്. ഡോക്ടറുടെ പ്രത്യേക ഇടപെടലുകൾ ബദർ മദീനയിൽ നൽകണേ അല്ലാഹ്. ഇവിടെ കൂടിയവരിൽ നൽകണേ അല്ലാഹ്. ആയിരങ്ങൾ പതിനായിരങ്ങളിൽ അപ്പകല് ഭേദമില്ലാതെ ഈ ഹദറാത്തുകളിലൂടെ വരുന്നുണ്ട്. നാനാജാതി മതസ്ഥരുണ്ട്. എല്ലാ പ്രയാസങ്ങൾക്കും ഈ സിയാറത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഒരു ഹൈറായ ഫത്ഹ് നൽകണേ അല്ലാഹ്. ലോക മുസ്ലിമീങ്ങളെ മുഅ്മിനീങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. എല്ലാ തിടുക്കങ്ങളും വിഷമങ്ങളും ോടൊക്കെ സിയാറത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാഹ്. ഞങ്ങളെ ദുആക്ക് ഇജാബത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ ഖൽബൊന്ന് ശുദ്ധിയാക്കണേ അല്ലാഹ്. ഞങ്ങളെ സ്വഭാവം നന്നാക്കണേ. അപ്പൊ അങ്ങനെ കാട്ടുപള്ളിയും സിയാറത്ത് ചെയ്തിട്ട് ബദർ മദീനയുടെ സിയാറത്ത് സംഘം ഇതാ കടന്നു വരികയാണ് കേട്ടോ. നമ്മളുടെ പൂക്കുണ്ണിയാക്കിയാണ് ഈ വഴിത്താരെ ധന്യമാക്കി കടന്നു വരുന്നത്. മാഷാ അല്ലാ, മാഷാ അല്ലാ. അപ്പൊ ഇതാണ് നമ്മളുടെ ബദർ മദീനയുടെ സംഘം കേട്ടോ. അപ്പൊ ഇൻഷാ അല്ലാ നല്ല ഭക്തിദർഭരമായ ഉസ്താദിന്റെ പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് അവസാനിച്ച് ഇതാ ആത്മനിർവൃതിയോടുകൂടി നമ്മളുടെ കാട്ടുപള്ളിയിൽ നിന്ന് മഹാനായ കറാമത്ത് കൊണ്ട് കല്ല് കൊട്ടാരം പണിത സുൽത്താൻ സയ്യിദ് ഇബ്രാഹിം ബാദുഷാ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബ പരമ്പരയിൽപ്പെട്ട ഡോക്ടർ തൊബീബുൽ ആലം സയ്യിദ് അബ്ദുൽ ഹക്കീം ഡോക്ടർ റളിയല്ലാഹു അൻഹു തങ്ങളുടെ മസാറിൽ നിന്നാണ് ബദർ മദീനയുടെ സംഘം കടന്നു വരുന്നത്. മാഷാ അല്ലാ, മാഷാ അല്ലാ, മാഷാ അല്ലാ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു നമ്മളുടെ പ്രാർത്ഥനകളൊക്കെ സ്വീകരിക്കട്ടെ. അപ്പൊ ഇൻഷാ അല്ലാ അടുത്ത നമ്മളുടെ അബ്ബാസ് മന്ത്രി തങ്ങളുടെ ഹദറത്തിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ചീരിന് ഒക്കെ പാക്കാക്കിയിട്ട് പോന്നിട്ടുണ്ട്. വേറൊരു തലി കെട്ടിയറിയപ്പെടട്ടെ പുതിയതായിട്ട്.